ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് സദ്യയിലൊക്കെ വിളമ്പണ അടിപൊളി ടേസ്റ്റുള്ള ഉള്ളി തീയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ എരിശ്ശേരിയുടെ ഒക്കെ പോലെ ഒരു തൊടുകറിയിൽ പെടുന്ന ഒരു കറിയാണ് ഈ തീയലും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിലെ ഉള്ളി തൊലി കളയിൽ മാത്രമാണ് കുറച്ചൊരു പണിയുള്ളത്. ഒരുവിധം എല്ലാവർക്കും തീയലൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. ഇന്ന് ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് കാണിക്കാം. തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഒരു 200 ഗ്രാമോളം ഉള്ളിയുണ്ട്. അരപ്പിന് വേണ്ടിയിട്ട് ഇവിടെ അരമുറി തേങ്ങ ചിരകിയതും 2 ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. തേങ്ങ വറക്കണതിൻ്റെ മുന്നേ നമുക്കിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തേങ്ങയുടെ എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. പൾസ് മോഡിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാതെ നോക്കണം. ഇപ്പം അതാ തേങ്ങ അവിടെ പൊടിച്ചെടുത്തു. പിന്നെ ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് അതിൻ്റെ നടു ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നെല്ലിക്ക സൈസിലുള്ള പുളിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാതെയാണ് ഞാൻ ഈ തേങ്ങ വറുത്തെടുക്കണത്. ഒരു കാര്യം പറയാൻ മറന്നു. തീയലിന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കുമ്പോൾ നന്നായി മൂത്ത് വിളഞ്ഞിട്ടുള്ള തേങ്ങ വേണം എടുക്കാൻ. തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ അത്രത്തോളം നന്നായി മൂക്കണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും നമ്മളുടെ തീയലിന്. പക്ഷെ കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. നല്ല വിളഞ്ഞ തേങ്ങ ആവുമ്പോൾ തേങ്ങ മൂത്ത് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് ഓയിൽ ഇറങ്ങിക്കോളും. എനിക്കിന്നിവിടെ അത്ര വിളഞ്ഞിട്ടുള്ള തേങ്ങയല്ല കിട്ടിയത്. ഈ തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതിലൊരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കണമായിരുന്നു. കറിവേപ്പിൻ്റെ ഇല ഇടാൻ ഞാൻ വിട്ടുപോയി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കണം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഇപ്പോൾ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഒട്ടും കരിയൊന്നും ചെയ്യാതെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും വറുത്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ആ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടാൻ തന്നെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇപ്പം നമ്മളുടെ അരപ്പിനുള്ള തേങ്ങയും മസാലക്കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് വെക്കാം. ആ ചട്ടി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂട് കാരണം കൊണ്ട് മസാല കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കാം. ഇനി ഈ ഉള്ളി എണ്ണയിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ മാറിയിട്ട് ഒന്ന് ട്രാൻസ്പെറന്റ് ആവണ വരെ നന്നായി വഴറ്റിയെടുക്കാം. നമുക്ക് ഈ ഉള്ളി വഴറ്റിയെടുക്കുന്നതോട് കൂടി തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ പച്ചമുളകും കൂടെ ഇതിൽ ചേർക്കാം. ഉള്ളിയുടെ ഒപ്പം തന്നെ ആ പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നോളും. ഇപ്പം നമ്മളുടെ ഉള്ളി ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങിയിട്ട് ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഈ ഉപ്പും കൂടെ ചേർത്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വാടി കിട്ടിക്കോളും. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തുണ്ട്. ഈ ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഇപ്പം നമ്മളുടെ ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി മാറ്റാൻ മറക്കരുത്. അല്ലെങ്കിൽ ചട്ടി നല്ല ചൂടാണ്. അതിൻ്റെ കൂടെ ഹൈ ഫ്ലെയിമും കൂടി ആവുമ്പോൾ നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ കരിഞ്ഞിട്ട് ആ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ് ചേർക്കാം. ഞാൻ ആ ഒരു നെല്ലിക്ക സൈസിലുള്ള പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ പുളി മുഴുവനായിട്ട് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. കുറച്ച് പുളി പിഴിഞ്ഞതിന് ശേഷം ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ബാക്കിയുള്ള പുളി എടുത്താൽ മതി. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ആ പുളിയൊക്കെ ഉള്ളിയിലൊന്ന് പിടിക്കട്ടെ. ഇത് ഇവിടെ നിന്ന് തിളച്ച് വെറ്റുമ്പോഴത്തേനും നമ്മൾ അരപ്പിനായിട്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായി തണുത്തുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈ തേങ്ങ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാൻ. കുറച്ചൊന്ന് അരച്ചതിന് ശേഷം മിക്സിയുടെ ജാറ് തുറന്നു നോക്കുമ്പോൾ അതാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. തേങ്ങയുടെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടും തേങ്ങ മൂപ്പ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ അരയ്ക്കുമ്പോഴത്തേനും അതിലത്തെ എണ്ണ ഇറങ്ങിയിട്ട് അരപ്പ് ഒരു കുഴമ്പ് പോലെ ആവേണ്ടതാണ്. അത് സാരില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ദാ ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോഴത്തേനും നമ്മളുടെ തീയലിൽ ചേർത്തിട്ടുള്ള പുളിയൊക്കെ ഇവിടെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. വെള്ളം കുറവായതുകൊണ്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഒരു ചമ്മന്തിയുടെ പരിവായി മാറും. തീയലിന് കുറച്ചും കൂടെ വെള്ളം വേണം.
നമുക്ക് ആ മിക്സഡ് ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ആ അരപ്പ് ബാക്കി ഇരിക്കണതും കൂടെ ഇതിലൊഴിക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് തിളച്ച് വറ്റിയിട്ട് ആ അരപ്പും ഉള്ളിയൊക്കെ ഒന്ന് യോജിച്ച് വരട്ടെ. പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായി തിളച്ച് കുറുകിയിട്ട് ആ തീയലിലെ എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞു വരണം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടപ്പ് തുറന്നു നോക്കുമ്പോൾ ദാ ഇതുപോലെ ഇരിക്കുന്നുണ്ട്. ചാറ് ഒന്നും കൂടി ഒന്ന് കുറുകട്ടെ. നമുക്കിത് തുറന്നു വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ദാ ഇപ്പം നമ്മളെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി തിളച്ച് വറ്റിയിട്ട് എണ്ണയൊക്കെ പിരിഞ്ഞു വരുന്ന ഒരു പാകത്തിലായിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കൂടെ ചേർക്കാം. ഇനി ഈ കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ തീയലിലേക്ക് ചേർക്കാം. ഇപ്പം നമ്മളുടെ അടിപൊളി ടേസ്റ്റുള്ള ഉള്ളി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ചാറ് കുറച്ച് ലൂസുള്ള പോലെ തോന്നും, പക്ഷേ ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് ഈ ചാറ് ഒന്നും കൂടെ ഒന്ന് കുറുകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. കുറച്ചും കൂടെ വെള്ളം ലൂസാക്കിയിട്ടാണെങ്കിൽ ഒരു ഒഴിച്ചുകറിയായിട്ടും ഈ തീയൽ ഉപയോഗിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.